അപ്പോൾ ഇവർ പരിശോധിക്കേണ്ടതെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി, പ്രത്യേകിച്ചും ഭരണപക്ഷം തുടർച്ചയായിട്ട് 9 വർഷം ഭരിക്കുക, ഭരണവിരുദ്ധ തരംഗം വല്ലാതെ ഉണ്ടാവേണ്ട സമയമാണ്. അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് യുവജന സംഘടനകളിലൂടെ പ്രതിപക്ഷം മാറേണ്ടതാണ്. ആ സമയത്ത് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ഓരോരുത്തരായിട്ട് ഷാനിബ് പോകുന്നു, ദുകൃഷ്ണൻ പോകുന്നു, അങ്ങനെ കഴിവുള്ള ഓരോരുത്തരും പോകുന്നു. പാവപ്പെട്ട സാധാരണക്കാരായ പ്രവർത്തകർ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. മനം മടുത്ത് വൈസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട അബിൻ വർക്കിയെ പോലുള്ള ആള് എന്നെ ഇവിടെ നിർത്താൻ നിങ്ങൾ അനുവദിക്കണം എന്ന് പരസ്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ പറയേണ്ടി വരുന്നു. കാരണം പാർട്ടി ഫോറത്തിനകത്ത് പറഞ്ഞാൽ പുറത്തു വരത്തില്ല, ജനങ്ങളുടെ മുമ്പിലേക്ക് കിട്ടുകൊടുക്കുക. അപ്പോൾ ഇവർ പറയുന്ന പോലെ കോൺഗ്രസിനകത്ത് ഷാഫിസം എന്ന് പറയുന്നത് പൊതുവെ കോൺഗ്രസ്സുകാർ അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ അയ്യപ്പ സംഗമവുമായിട്ട് ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ നടത്തിയിട്ടുള്ള ക്യാമ്പയിനകത്ത് അബിൻ വർക്കി പോകുമ്പോൾ കിട്ടുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി വെക്കുന്ന സാധനമല്ല യഥാർത്ഥത്തിലുള്ളത്. യഥാർത്ഥ കോൺഗ്രസ്സുകാരുടെ നെഞ്ചിൽ ഇവർക്കെതിരായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധമാണ് അബിൻ വർക്കിയോടുള്ള ഐക്യദാർഢ്യമായിട്ട് രൂപപ്പെടുന്നത്. അപ്പോൾ അത് കോൺഗ്രസ് നേതൃത്വം കണ്ടറിയണം. പൾസ് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ടാവണം.